തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് KSEB വൈദ്യുതി വിച്ഛേദിച്ച കോട്ടയം MD സെമിനാറി സ്കൂളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. 1.32 ലക്ഷം രൂപയാണ് കമ്മീഷൻ കുടിശ്ശിക വരുത്തിയത്. സ്കൂളിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വൈദ്യുതി മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയാണ് താൽക്കാലിക പരിഹാരമൊരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി വൈദ്യുതി ഇല്ലാതെയായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം. 2014-19 വർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് MD സ്കൂൾ ഓഡിറ്റോറിയമായിരുന്നു സ്ട്രോങ് റൂം. എന്നാൽ ഇതുവരെ ആ കാലത്തെ വൈദ്യുതി ബിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടച്ചിട്ടില്ല. 18% പലിശ സഹിതം 3 ലക്ഷം രൂപയാണ് ആകത്തുക. ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രകാരം 1.32 ലക്ഷം രൂപ അടയ്ക്കണം. പലതവണ അറിയിപ്പ് നൽകിയിട്ടും കുടിശ്ശിക തുടർന്നതോടെ ഒടുവിൽ കഴിഞ്ഞ ആഴ്ച KSEB ഫ്യൂസ് ഊരി. ക്ലാസ് മുറികളിൽ മതിയായ വെട്ടമില്ലാതെ ദുരിതത്തിലായിരുന്നു പഠനം. പ്രശ്നമറിഞ്ഞ് സ്ഥലത്തെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ചു. അന്നത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർ കൊടുത്തില്ല. ഇലക്ഷൻ കമ്മീഷനെ കൊടുക്കേണ്ടത്, ഗവൺമെന്റിനെ കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? സ്കൂൾ വർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. സ്കൂളിൽ കറണ്ട് എല്ലാം കട്ട് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ ഇതാണെങ്കിലോ റിസൾട്ടിന്റെ കാര്യത്തിൽ നമ്പർ 1 സ്കൂളുമാണ്. പിന്നാലെ KSEB ജീവനക്കാരെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. കൊടുക്കേണ്ടത് അത് ഉപയോഗിച്ച ആളുകളാണ്. അത് ഉപയോഗിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പണം കൊടുക്കുക എന്നുള്ളത് നടക്കത്തുള്ളൂ. അല്ലാണ്ട് സ്കൂളിന് അത് പണം കൊടുക്കാൻ പറ്റുമല്ലോ. സ്കൂൾ അതിന്റെ സൗകര്യം കൊടുത്തു, ഇവർക്ക് വാടക പോലും കൊടുത്തിട്ടുമില്ല. അതേസമയം പണമടയ്ക്കുന്ന കാര്യത്തിൽ KSEBക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. പണമടയ്ക്കാൻ വൈകിയാൽ വീണ്ടും സ്കൂളിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ KSEBക്ക് നിയമ തടസ്സങ്ങളില്ല. മീഡിയ 1 കോട്ടയം.